ഇനി നമുക്ക് തിരൂര് വീട് നമുക്ക് കാണാം. സ്ഥലവും വീടൊക്കെ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ വീട്. ലിച്ചു ബേബിക്ക് കളിക്കാൻ കൂട്ടുള്ളത് കൊണ്ട് ലിച്ചു ബേബി വേഗം പോയി. ഇവിടെ അതേ അനിയന് ആലപ്പണി ചെയ്യുന്നതാണ് ഈ സ്ഥലം. ഇതാണ് രാഘേട്ടൻ എന്നെ കൈപിടിച്ച് കയറ്റിയ വീട്. ഇതാണ് ഏട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട് 10-25 കൊല്ലമായി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ റൂം. അപ്പം ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ പൈസ കിട്ടി നമ്മുടെ വീട് പൊളിച്ച് അതിൻ്റെ പണികളൊക്കെ നടക്കുകയത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല. അപ്പം ഇതാണ് സർപ്പക്കാവിലേക്ക് പ്രതിഷ്ഠാ ദിനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം അത് പൊളിച്ച് ഇനി അതിൽ നമ്മുടെ പുതിയ തറകളൊക്കെ പണിയണം. ഇതാണ് നമ്മുടെ അമ്പലം, കുടുംബക്ഷേത്രം. നമ്മുടെ കുടുംബക്ഷേത്രം ഇതാണ്. പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം വീട്. ഉണ്ടോ? ഇതാകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായിരിക്കുകയാണ് ഗൈസ്. കണ്ട വീടാകെ പോകാറായിരിക്കുകയാണ്. ഇത് ഓടൊക്കെ ഒന്നിങ്ങനെ ഒക്കെ അങ്ങോട്ട് വീഴും. അതുകൊണ്ട് ഞങ്ങളിത് തൊടാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കുകയാണ്. നമ്മൾ ഇതിവിടെയാണ് താമസിക്കുന്നത് ഇപ്പോൾ. അപ്പം ഇതാണ് നമ്മുടെ കൊച്ചു സ്വർഗം. ഇപ്പോഴത്തെ ലോണിൻ്റെ ഇതിലാണ്. സൊസൈറ്റിയിൽ ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ സ്വർഗമായിരുന്നു ഇത്. ഇപ്പം ഞങ്ങളിപ്പോൾ അവിടെ മരുവട്ടിച്ചാലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു നമ്മുടെ ചെറിയ വീട്. ഞങ്ങൾ മാങ്ങ ഉണക്കാനായിട്ട് മാങ്ങ അരിയാണ് അമ്മ ഇതിൻ്റെ കൂടെ ഉപ്പിടുമോ? ഉപ്പും കൂടി ചേർക്കുമോ? ഉപ്പ് കൂട്ടി തിരുമ്മിയിട്ട് നന്നായി വെയിലത്തിട്ട് ഉണക്കും. ഇത് നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ അച്ചാറുണ്ടാക്കാം അല്ല അമ്മ? പിന്നെ ഇത് മീൻ കറിക്ക് ഇടുവോ? മീൻകറിയിൽ ഇടാം അല്ലേ? മീൻകറിയിലും നമുക്ക് വേണമെങ്കിൽ ഇടാമെന്നാണ് പറയണേ. ഇത് സാധാരണ ഞങ്ങളത് അച്ചാറുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെയോ അമ്മ അപ്പോൾ മാങ്ങ നന്നായിട്ട് ചെറുതായി കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് ഉപ്പ് പുരട്ടിയിട്ട് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കുക. ഇതാണ് ഞങ്ങളുടെ വല്യമ്മ ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇതാണ് അമ്മ. ചേട്ടത്തി അനിയത്തിയും കൂടെ ഭയങ്കര സംസാരത്തിലാണ്. വല്യമ്മ ഞങ്ങൾ വന്നപ്പോൾ വിശേഷം അറിയാൻ വന്നതാണ്. അമ്മ രണ്ടാളും കൂടെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. ഉച്ചത്തെ കറി പരിപാടിക്ക് നാളികേരം പോയിക്കുകയാണ് രാജേട്ടൻ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ചിരിച്ചറിയോ രാജേട്ടന് നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറയുക, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമെന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ അങ്ങനെ സന്തോഷം കഴിഞ്ഞപ്പോൾ ഇത് പോവുകയാണ് ഞങ്ങൾ. പിന്നെ അങ്ങോട്ട് പോവുകയാണ്, മറുപടിച്ചാലിന് പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഇത് മാങ്ങ ചെത്തിയത് കുറച്ച് ഉണക്കാനിട്ടേക്കുകയാണ്. തിരൂരത്തെ വെള്ളക്ഷാമമാണ് നമ്മൾ കാണുന്നത്. ഉണ്ടോ? വെള്ളം ഇല്ലാതെ കൊണ്ട് ആകെ ഞങ്ങൾ വലഞ്ഞു. ഇപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണ് വെള്ളം അടിക്കുന്നത്. നിരത്തി വെച്ചേക്കാണ്. വെള്ളാടി ലീഡർ നമ്മുടെ ഷാജോപ്പച്ചനാണ്. വെള്ളം അടിക്കണ നോക്കിയിരിക്കണുണ്ടോ? രണ്ടാൾ നല്ല സുഖത്തിലിരിക്കുക. ഇവര് വെള്ളം പിടിക്കുന്നത് നോക്കിയാ ഇരിക്കുന്നു. വെള്ളം പിടിക്കുന്നു. സന്ധ്യയായാലുള്ള ഇവിടുത്തെ അംഗങ്ങളാണ് കാണുന്നത്. കണ്ടോ? അവരുടെ ബഹളമയാണ് ഇവിടെ. വൈകിട്ടത്തെ രാത്രി വരെ ഉണ്ടാവും ഈ തെക്കും തിരക്കും ബഹളവും. എന്താ ഇവരുടെ ഡാൻസ് കളി. പിന്നെ എന്താ അടുത്തുള്ളവരെല്ലാവരും അവിടെ മറിഞ്ഞു നിൽക്കുന്നു തുടങ്ങി. എന്താ ഇവരെ സഹോദരങ്ങൾ ചർച്ചയിലാണ്. അങ്ങനെ ചർച്ചയിലാണ് ഇവരെല്ലാവരും. ഒരു ഹായ് പറഞ്ഞുകൊണ്ട് ഇതെൻ്റെ പാപ്പൻ്റെ മോനാണ്. ഇത് എൻ്റെ അനിയൻ. ഇത് നമ്മുടെ ആള്. അപ്പോൾ അവര് ഭയങ്കര ചർച്ചയിലാണ്. അതെന്നെ എൻ്റെ മോനാണ് പാപ്പൻ്റെ. പിന്നെ ഉണ്ണിമോൻ്റെ മോൻ ആനന്ദകൃഷ്ണൻ. ഇവനും ഉണ്ട് യൂട്യൂബ് ചാനല്. അപ്പോൾ നിങ്ങൾ മറക്കാതെ അതും കാണും. എന്താ പേര്? അർജുനാൻ്റെ
ആനന്ദ് വ്ളോഗ്സ്. അപ്പോൾ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ അനിയത്തിനെ അനിയത്തി ഓടി ഓട്ടം കാണണം കേട്ടോ. ഇതാണ് എൻ്റെ അനിയത്തി. അത് കാണിച്ചു പോകാൻ നിന്റെ അവൾക്ക് ഭയങ്കര നാളായി. അപ്പം നമുക്ക് അവളെ നമുക്ക് ഒഴിവാക്കാം. അപ്പം ശരിയാ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ ദിവസത്തെ കാഴ്ചകൾ. ഇതാണ് ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വന്ന് കാണാം.